ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ഇന്ന് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. മേരിയുടെയും റെജിയുടെയും കൊലപാതക വിവരങ്ങളും പിതാവ് മാത്യുവിന്റെ തിരോധാനത്തെക്കുറിച്ചുമാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. കുടുംബസ്വത്ത് തനിക്ക് എഴുതി നൽകാത്തതും വിവാഹം കഴിക്കുന്നതിലുള്ള എതിർപ്പും പിതൃത്വത്തെ ചൊല്ലിയുള്ള പരിഹാസവുമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സജിയുടെ മൊഴി. റാംഷാ CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷാ, പ്രതി ഇതിനോടകം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, ദുരൂഹത അപ്പോഴും ബാക്കിയാകുന്നു. ഈ പ്രതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതുപോലെ ഈ പിതാവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. ഈ കൊലയുടെ ചുരുളഴിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ, റാംഷാ? മോർണിംഗ് രജിത്ത്, അതുതന്നെയാണ് ഈ കേസിൽ ഇപ്പോഴും ചുരുളഴിയാത്ത ചില സംഭവങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നതാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിയായ സജിയെ ഈ പറമ്പിന് തൊട്ടടുത്തുള്ള മറ്റൊരു പറമ്പിൽ വെച്ചും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇയാളെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതാണ്. ഇന്ന് കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി ഈ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് നിയമം. അതുകൊണ്ട് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന മൊഴി അത് കുടുംബസ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്നതും പിതൃത്വത്തെ ചൊല്ലിയുണ്ടായ പരിഹാസങ്ങളുമൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത്. സഹോദരൻ റെജിയെയും അമ്മ മേരിയെയും കൊലപ്പെടുത്തിയതിന് പുറമെ ഈ പിതാവ് മാത്യു 8 വർഷം മുൻപ് കാണാതായതാണ്. ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലുകൾ ഇന്നലെ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയും പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ കൂടുതൽ തെളിവെടുപ്പുകൾ ഇന്ന് നടക്കും. കൂടുതൽ വ്യക്തത വരും എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, പ്രതിയുമായുള്ള തെളിവെടുപ്പിനടക്കം അന്വേഷണ സംഘം നീക്കം നടത്തുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു.